ഞാനിപ്പോൾ മംഗളഗിരി താഴ്വരയിൽ വിജയവാഡ ഹൈദരാബാദ് ദേശീയപാതയിൽ. എങ്ങോട്ടെന്നല്ലേ? ആന്ധ്രാപ്രദേശിലെ ഏറ്റവും വലിയ ജൈനക്ഷേത്രം ഇവിടെയാണ്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ക്ഷേത്രങ്ങളെ അറിയാൻ ടെമ്പിൾ വോയേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിർമ്മാണം പൂർത്തിയായിട്ടില്ലാത്ത ഈ കവാടം ഹ്രിൻകർ തീർത്ഥ എന്ന വിജയവാഡയിലെ പ്രശസ്തമായ ജൈനക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമാണ്. താൽക്കാലികമായി മറ്റൊരു വഴിയിലൂടെ വേണം പ്രവേശിക്കാൻ. നിർമ്മാണം പൂർത്തിയായ വർഷത്തെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ലാത്ത ഒരു ജൈനക്ഷേത്രം. വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 13 കിലോമീറ്റർ ദൂരെ, നാഗാർജുന സർവകലാശാലയുടെ മുൻപിൽ നിന്നും 1.5 കിലോമീറ്റർ. അതിമനോഹരമായ കൊത്തുപണികളാൽ അലങ്കരിച്ച വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച മനോഹര കലാസൃഷ്ടി. പ്രധാന ആകർഷണം മുൻപിലുള്ള ഈ മാനസ്തംഭമാണ്. മറ്റ് ക്ഷേത്രങ്ങളെപ്പോലെ ഈ ജൈനക്ഷേത്രത്തിലും പ്രധാന ശ്രീകോവിൽ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ അനുവാദമില്ല. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സെക്യൂരിറ്റി വന്ന് ശ്രീകോവിലിൻ്റെ പ്രധാന വാതിൽ ഷൂട്ട് ചെയ്യുന്നതിന് തടസ്സം പറഞ്ഞു. ഞാനാണെങ്കിൽ ഒരു വശത്ത് നിന്ന് പ്രധാന പ്രതിഷ്ഠ എൻ്റെ ക്യാമറയിൽ പതിയാത്ത വിധത്തിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ഏറ്റവും ആശ്ചര്യകരമായി എനിക്ക് തോന്നിയത് എല്ലാ ഭാഗങ്ങളും വെള്ള മാർബിളിൽ നിർമ്മിച്ചത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ക്ഷേത്രത്തിലെ എല്ലാ തൂണുകളിലും വിവിധ ദേവീ ദേവന്മാരുടെ പ്രതിമകൾ കാണാം. ക്യാമറയിൽ പകർത്താൻ സാധിക്കാത്ത ഗംഭീര എന്ന ശ്രീകോവിലിൽ മൂലനായകൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. ഈ ജൈനക്ഷേത്രത്തിനോട് ചേർന്ന് അനവധി ചെറുതും വലുതുമായ ഉപക്ഷേത്രങ്ങൾ കാണാം. അതും മാർബിളിൽ മനോഹരമായ ശില്പചാതുര്യം വിളിച്ചു പറയുന്ന നിർമ്മിതികൾ. ക്ഷേത്രത്തിന് സമീപമുള്ള കുട്ടികൾക്കുള്ള കളിസ്ഥലം. ഇത് മറ്റൊരു ഉപക്ഷേത്രമാണ്. നിർമ്മാണ ചാതുര്യം ആരെയും കൊതിപ്പിക്കും. ജൈനിസം അല്ലെങ്കിൽ ജൈൻ ധർമ്മം എന്നത് 24 തീർത്ഥങ്കരന്മാരെ പിന്തുടരുന്നു. ക്രിസ്തുവിന് മുൻപ് 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്ന 23-ാമത്തെ തീർത്ഥങ്കരനായ പാർശ്വനാഥനും 600 BCയിൽ ജീവിച്ചിരുന്ന 24-ാമത് തീർത്ഥങ്കരനായ മഹാവീരനുമാണ് ഇവരിൽ പ്രധാനികൾ. അഹിംസ, സത്യം, ആസ്തേയ, ബ്രഹ്മചര്യം, അപരിഗ്രഹം എന്നിങ്ങനെ 5 പ്രതിജ്ഞകൾ ജൈനസന്യാസിമാർ എടുക്കുന്നു. ആസ്തേയ എന്നാൽ ഒന്നും മോഷ്ടിക്കില്ല, ബ്രഹ്മചര്യം എന്നാൽ പവിത്രം, അപരിഗ്രഹം എന്നാൽ അവകാശം പറയില്ല എന്നിങ്ങനെയാണ് ഈ പ്രതിജ്ഞകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പുരാണ മതങ്ങളിൽ ഒന്നാണ് ജൈനമതം. ആയതിനാൽ ജൈനമതത്തിൻ്റെ ആരംഭവും ചരിത്രവും എൻ്റെ ഈ ചെറിയ വീഡിയോയിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല. ജൈനമതത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അറിയുവാനുള്ള ലിങ്ക്
ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. അനിവാര്യമാണെന്ന് തോന്നിയാൽ ഉപയോഗിക്കുക. ജൈന ക്ഷേത്രത്തെപ്പറ്റിയും ജൈനമതത്തെപ്പറ്റിയുമുള്ള നാമമാത്രമായ വിവരണങ്ങൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ മറ്റൊരു ക്ഷേത്രത്തിലേക്ക്. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.